Hi, this is your Dr. Sensila, consultant in obstetrics and gynecology. സ്ത്രീകളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുരുഷവന്ധ്യത എന്ന് പറയുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വന്ധ്യതയുടെ മൂന്നിൽ ഒരു ഭാഗം സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മൂന്നിൽ ഒരു ഭാഗം പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടും ബാക്കി മൂന്നിൽ ഒരു ഭാഗം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന കമ്പൈൻഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതോടൊപ്പം അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടുമാണ് ഉള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു പുരുഷവന്ധ്യതയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ചില പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തോളം പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടും ഗർഭധാരണം നടക്കാതെ വരുമ്പോഴാണ് ദമ്പതിമാർ ഡോക്ടറുടെ അടുത്ത് വരാറുള്ളത്. ഈ സമയത്ത് നടത്തുന്ന പരിശോധനകളിലാണ് പലപ്പോഴും ഒരു പുരുഷവന്ധ്യതയുടെ കാര്യം തന്നെ പലപ്പോഴും തിരിച്ചറിയാറുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷവന്ധ്യത മിക്കവാറും പുരുഷന്മാരിൽ അസിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് ഉള്ളത്. എന്നാൽ ചിലരൊക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ആൻഡ്രോളജിസ്റ്റിന്റെ അടുത്ത് വരാറുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണ ശേഷിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മറ്റൊരു കാരണമാണ് സ്ഖലനം നടക്കാത്ത ഒരു അവസ്ഥ, ഇജാക്കുലേഷൻ ഫെയിലിയർ എന്ന് പറയും. മറ്റൊരു പ്രശ്നമാണ് സ്ഖലനം നടന്നാലും ആവശ്യത്തിന് സെമൻ പുറത്തോട്ട് വരാത്തൊരവസ്ഥ. ഒരു സ്ഖലനം നടക്കുമ്പോൾ സാധാരണയായിട്ട് 2 മുതൽ 4 മില്ലി സെമനാണ് പുറത്തു വരുന്നത്. എന്നാൽ ചില പുരുഷന്മാരിൽ ഇത് 1 മില്ലി താഴെയായിട്ട് വരാറുണ്ട്. സോ ഈ ഒരു പ്രശ്നമായിട്ടും ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വരാറുണ്ട്. അടുത്തൊരു പ്രശ്നമാണ് സെമൻ്റെ കളറിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലോട് കൂടി സെമൻ പുറത്തു വരുന്നു. ഈ യെല്ലോ കളർ സൂചിപ്പിക്കുന്നത് ഇൻഫെക്ഷൻ ആണ്, കളറാകട്ടെ സെമനിൽ ബ്ലഡിൻ്റെ അംശമാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രശ്നമാണ് ലിംഗഭാഗത്തുണ്ടാകുന്ന സ്വെല്ലിംഗ് അല്ലെങ്കിൽ ചില തടിപ്പുകളൊക്കെ ആയിട്ടാണ് ആൻഡ്രോളജിസ്റ്റിന്റെ അടുത്ത് പുരുഷന്മാർ വരാറുള്ളത്. ഈ ഒരു തടിപ്പുകൾ പല കാരണങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ലിംഗഭാഗത്തുണ്ടാകുന്ന വേദനകളാകാം. ഇങ്ങനെ പല രോഗലക്ഷണങ്ങളായിട്ടും പുരുഷന്മാർ ആൻഡ്രോളജിസ്റ്റിന്റെ അടുത്ത് വരാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരുഷവന്ധ്യത മിക്കവാറും രോഗലക്ഷണങ്ങൾ ഇല്ലാതെ അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ടാണ് കൂടുതലായിട്ടും പ്രസന്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിന്റെ കാരണങ്ങളിലേക്കൊന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു കാരണമാണ് വാരിക്കോസീൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, കാലുകളിലും മറ്റും ഞരമ്പ് തടിച്ച് ഉള്ളൊരു വാരിക്കോസീൽ എല്ലാവർക്കും പരിചിതമായിരിക്കും. ഇതുപോലെ തന്നെ വൃഷണങ്ങൾക്ക് ചുറ്റുമുള്ള ഞരമ്പുകൾ തടിച്ച് അവിടെയുള്ള ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ബീജത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ മാറ്റം വരുന്നതാണ് ഈ ഒരു പുരുഷവന്ധ്യതയിലേക്ക് വഴിതിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ബീജത്തിന്റെ പ്രൊഡക്ഷന് ഒരു കോർ ടെമ്പറേച്ചറിനെക്കാട്ടും കുറച്ച് താഴ്ന്നൊരു ടെമ്പറേച്ചർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വൃഷണങ്ങൾ ശരീരത്തിന് പുറത്ത് വൃഷണ സഞ്ചിക്കകത്ത് സ്ക്രോട്ടത്തിനകത്ത് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വാരിക്കോസീൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെമ്പറേച്ചറിന്റെ ഒരു അവസ്ഥ കുറച്ചുകൂടെ ഉയർന്ന ലെവലിലോട്ട് വരികയും ഈ ഒരു ഉയർന്ന ടെമ്പറേച്ചറിൽ ബീജോത്പാദനം ഗണ്യമായി കുറയുകയും അങ്ങനെ കൗണ്ടിലും അതേപോലെ തന്നെ ക്വാളിറ്റിയിലും വ്യത്യാസം വരികയും ചെയ്യുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നമാണ് ഹോർമോൺസിൽ ഉണ്ടാകുന്ന തകരാറുകൾ. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരുടെ ഹോർമോണുകളും ബീജോത്പാദനത്തിന് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. തലച്ചോറിൽ നിന്നും വൃഷണങ്ങളിൽ നിന്നും ടെസ്റ്റസിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുടെ ഒരു നല്ലൊരു ക്രമീകരണം ശരിയായ രീതിയിലുള്ള ബീജോത്പാദനത്തിന് ആവശ്യമാണ്. സോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ബീജോത്പാദനം ഗണ്യമായി കുറഞ്ഞേക്കാം. മറ്റൊരു പ്രശ്നമാണ് ഇൻഫെക്ഷൻസ്. വൃഷണങ്ങളിലും അതേപോലെ തന്നെ വൃഷണങ്ങൾക്ക് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എപ്പിഡിഡിമിസ്, അതിവൃഷണിക എന്നീ ഭാഗങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, പൗരുഷ ഗ്രന്ഥി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇവയും ബീജത്തിന്റെ ക്വാളിറ്റിയെ ബാധിച്ചേക്കാം. മറ്റൊരു പ്രശ്നമാണ് സെമൻ പുറത്തു വരുന്ന ഡക്റ്റുകൾ അല്ലെങ്കിൽ കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ബീജം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് വൃഷണം എന്ന് പറയുന്നത്. ഈ വൃഷണത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ബീജം അതിന്റെ മുകളിലായിട്ടുള്ള അതിവൃഷണിക എന്നൊരു എപ്പിഡിഡിമിസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവിടെ നിന്നും ആരംഭിക്കുന്ന ബീജനാളം വഴിയാണ് ഇത്
ഒരു ലിംഗത്തിലോട്ട് വരുന്നത്. സോ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ബീജോത്പാദനം നടക്കുന്നുണ്ടെങ്കിലും സെമൻ പുറത്തോട്ട് വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതും ഒരു വന്ധ്യതയ്ക്ക് കാരണമായിട്ട് തീർന്നേക്കാം. പുരുഷന്മാരുടെ ജീവിത രീതികളിൽ വരുന്ന മാറ്റങ്ങൾ ബീജോത്പാദനത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഉയർന്ന ടെമ്പറേച്ചറിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെസ്റ്റിസൈഡുകളുടെ എക്സ്പോഷർ കൂടുതലായിട്ടുള്ള ജോലികൾ, ഉദാഹരണമായിട്ട് ഫാമേഴ്സൊക്കെ. അതോടൊപ്പം തന്നെ എക്സ്റേ എക്സ്പോഷർ, റേഡിയേഷൻ എക്സ്പോഷർ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒരു ബീജോത്പാദനത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില മെഡിക്കേഷൻസ്, ഉദാഹരണമായിട്ട് അത്ലറ്റ്സുകളും മറ്റും മിസ്യൂസ് ചെയ്യുന്ന ആനബോളിക് സ്റ്റിറോയിഡുകളൊക്കെ ബീജോത്പാദനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം വളരെ കോമൺ അല്ലെങ്കിൽ ഇപ്പോൾ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ക്രോമസോം തകരാറുകൾ. നമുക്കറിയാം, പുരുഷന്മാരുടെ ക്രോമസോം ഒരു എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ചേർന്നതാണ്. ഈ വൈ ക്രോമസോമിൽ ഉണ്ടാകുന്ന തകരാറുകൾ, വൈ ക്രോമസോം മൈക്രോ ഡേവിയേഷൻസ് ഒക്കെ സ്പേം പ്രൊഡക്ഷനെ ഗണ്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം DNA ഫ്രാഗ്മെന്റേഷൻ, പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ക്രോമസോം തകരാറുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. സോ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്പേമിന്റെ പ്രൊഡക്ഷനും അതോടൊപ്പം തന്നെ അതിന്റെ ക്വാളിറ്റിയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഈ ഒരു പുരുഷ വന്ധ്യതയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ചില ഇൻവെസ്റ്റിഗേഷൻസ്, ചില ലാബ് ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബീജത്തിന്റെ പഠനം എന്ന് പറയുന്നത്. 2010 WHO ഒരു നിർദ്ദേശപ്രകാരമാണ് ചില പാരാമീറ്റേഴ്സ് ഈ ഒരു പഠനത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ സ്പേമിന്റെ കൗണ്ട്, സ്പേമിന്റെ മോട്ടിലിറ്റി, അതോടൊപ്പം തന്നെ സ്പേമിന്റെ മോർഫോളജി. സ്പേം കൗണ്ട് അല്ലെങ്കിൽ ബീജത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 മില്ലിലിറ്റർ സെമനിൽ എത്രത്തോളം ബീജം ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്താണ്. 1 മില്ലിലിറ്ററിൽ ഏകദേശം 15 മില്യണിൽ മുകളിൽ ബീജം ഉണ്ടെങ്കിൽ അത് നോർമൽ ആണ് എന്നാണ് പറയുന്നത്. സ്പേം മോട്ടിലിറ്റി അല്ലെങ്കിൽ ബീജത്തിന്റെ ചലനം എന്ന് ഉദ്ദേശിക്കുന്നത് ആകെയുള്ള ബീജങ്ങളിൽ ഒരു 40% ബീജങ്ങൾക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതൊരു നോർമൽ പാരാമീറ്റർ ആണ്. ഇതിൽ 32% ബീജങ്ങൾ നല്ല ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്നവയായിരിക്കണം. സ്പേം മോർഫോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ രൂപത്തിലുണ്ടാകുന്ന പ്രത്യേകതകൾ. ഒരു നോർമൽ ഒരു സ്പേമിന് ഒരു ഹെഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു ടെയിൽ ഉണ്ട്. ഈ ഒരു നോർമൽ മോർഫോളജി ഉള്ള അറ്റ്ലീസ്റ്റ് ഒരു 4% ബീജങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊരു നോർമൽ സെമൻ പാരാമീറ്റർ ആണെന്ന് നമുക്ക് പറയാവുന്നതാണ്. സോ സ്പേമിന്റെ മോട്ടിലിറ്റി, സ്പേമിന്റെ കൗണ്ട്, സ്പേമിന്റെ മോർഫോളജിയാണ് പ്രധാനമായിട്ടുള്ള പാരാമീറ്റർ ആയിട്ട് പറയുന്നത്. മറ്റു ചില ടെസ്റ്റുകളാണ് അൾട്രാസൗണ്ട് ടെസ്റ്റുകൾ. പ്രത്യേകിച്ച് പുരുഷന്മാരുടെയും മറ്റും അൾട്രാസൗണ്ട് ടെസ്റ്റിസിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. വാരിക്കോസിൽ പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ക്രോമസോം ടെസ്റ്റുകളും അതേപോലെ തന്നെ ഹോർമോൺ ടെസ്റ്റുകളും ഒക്കെയാണ് സാധാരണയായിട്ട് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ചില പരിശോധനകൾ. അടുത്തതായിട്ട് ഈ ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിത രീതികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തന്നെയാണ്. ഒരു നല്ലൊരു ആരോഗ്യശീലം നാം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു അരമണിക്കൂറെങ്കിലും റെഗുലർ ആയിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ടാകുന്നതും ഹോർമോൺസുകൾ ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നതിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കും. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു റീസൺ ആണ് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി എന്ന് പറയുന്നത്. അതായത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് പല ഫ്രീ റാഡിക്കലുകൾ ഉണ്ടാകുന്നു. ഇത് സ്പേമിന്റെ പ്രൊഡക്ഷനെ ഗണ്യമായിട്ട് സ്വാധീനിക്കുകയും അതിന്റെ ക്വാളിറ്റിയെ തടസ്സങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. സോ ആന്റി ഓക്സിഡൻസും മറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം ഈ ഒരു ഇൻവന്റിറ്റിയായിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുന്ന പുരുഷന്മാർക്ക് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ ഒരു ആന്റി ഓക്സിഡൻസ് അടങ്ങിയ മരുന്നുകളാണ്. സിങ്കും സെലീനിയവും ഫോളിക് ആസിഡും എന്നിങ്ങനെ മറ്റു പല കോഎൻസൈം ക്യൂ എന്നിങ്ങനെയുള്ള പല ആന്റി ഓക്സിഡൻസ് അടങ്ങിയ മരുന്നുകളാണ് ഒരു 3-4 മാസത്തേക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. സോ ഫ്രണ്ട്സ്, ഒരു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിൽ പുരുഷന്മാർക്കുള്ള സ്വാധീനം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് യുവർ ഡോക്ടർ സിൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.